പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിൽക്കി കോട്ട പ്യുവർ വൈറ്റ് സാരിയാണ്. ഇതിൽ വന്നിരിക്കുന്നത് ആപ്ലിക് വർക്കുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്കുകൾ വന്നിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ആപ്ലിക് വർക്കാണ് ഇതിൽ വരുന്നത്. സൈഡ് സ്കാലപ്പ് ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ബോർഡറിൽ ഈ ആപ്ലിക് വർക്ക് വരുന്നു. ലോവർ പോർഷനിൽ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം കംപ്ലീറ്റ് ആയിട്ടും ആ വർക്ക് വരുന്നുണ്ട്. വളരെ ഒതുങ്ങിക്കിടക്കുന്ന ഒരു സാരിയാണ്, നമുക്ക് വാഷ് ചെയ്യാവുന്ന സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അത് ഓരോന്നായിട്ട് ഒന്ന് കാണാം. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ മറ്റൊരു ഡിസൈനാണ്. ആ ഡിസൈനല്ല, പക്ഷെ കളറ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കണേ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. സ്കാലപ്പ് ഫിനിഷിങ്ങോടുകൂടി സൈഡും വന്നിട്ടുണ്ട്. അതുപോലെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഈ ആപ്ലിക് വർക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അത് സിൽക്കി കോട്ടയിലും കൂടിയാണെങ്കിൽ അതിലേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കാരണം കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ ആപ്ലിക് വർക്ക്. ഞാൻ ഈ ആപ്ലിക് വർക്കിൻ്റെ പല ഡിസൈനുകൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഇത് മറ്റൊരു ഡിസൈനാണ്. ഡിസൈനിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതൊരു ഡിസൈൻ, ഞാൻ ഈ വിടർത്തി കാണിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ, വെയർ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ, അങ്ങനെ 3 ഡിസൈനിലാണ് ഈ കളറിലുള്ള ഈ പ്യുവർ വൈറ്റിൽ തന്നെ ആപ്ലിക് വർക്കായിട്ട് വന്നിരിക്കുന്നത്. 2349 ആണ് ഇതിൻ്റെ റേറ്റ് വരിക. ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ ഇതിലെ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. സൈഡ് സ്കാലപ്പ് ഫിനിഷിങ്ങും കൂടിയാണ് വന്നിരിക്കുന്നത്. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പം ഈ കളറുള്ള ബ്ലൗസ് ഇടണമെങ്കിൽ അങ്ങനെയും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സൈഡിലേക്ക് സ്കാറ്റേഡായിട്ട് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ബോർഡറും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ കാണിക്കുന്നത് ഈ കളറിലുള്ള ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഉള്ളത് മാത്രം ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കണ്ടോ. 2349 ഇത് വരുന്നത്. പ്യുവർ വൈറ്റിലാണ്. ലാവൻഡർ ഷെയ്ഡിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളർ കോമ്പിനേഷൻ മെറ്റീരിയലും. കാരണം വെയർ ചെയ്യാനും എളുപ്പമാണ്. നമുക്കൊരു ചർച്ച് വെയറായിട്ടോ ഓഫീസ് വെയറായിട്ടോ ഏതിനും നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനിലും കളറിലുമാണ് വന്നിരിക്കുന്നത്. ഇത് മറ്റൊരു ഡിസൈൻ. ഈ ഡിസൈനുകളിൽ മാത്രമേ, ഈ കാണിച്ചിരിക്കുന്ന ഡിസൈനുകളിൽ എല്ലാം ആപ്ലിക് വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ പല ഡിസൈൻ ആയത് കാരണമാണ് ഞാനിത് ഓരോന്ന് തന്നെ കാണിക്കുന്നത്. ഇത് പ്യുവർ വൈറ്റിൽ നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇതിൻ്റെ ആപ്ലിക് വർക്കുകൾ വന്നിരിക്കുന്നത്. 2349 ഈ സാരി വന്നിരിക്കുന്നത്. സൈഡ് നല്ല സ്കാലപ്പ് ഫിനിഷിങ്ങും കൂടിയാണ് വന്നിരിക്കുന്നത്. നമുക്കിത് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ സ്റ്റാർച്ച് ചെയ്യുന്നവർക്ക് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് ഇതുണ്ട്. പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നതും. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കിലാണ്. 2349 റേറ്റ് വരുന്നതും. ഇനി കാണിക്കുന്ന ഇതിൻ്റെ ഡിസൈനിലുള്ള ഡിഫറൻസ് മാത്രം, അതെല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ ഒരു പീച്ച് ഷെയ്ഡ്, ഏതൊരു ഷെയ്ഡിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിത് ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു തരുമ്പോൾ ആ ഡിസൈൻ അല്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ വേണ്ട. അതുകൊണ്ടാണ് ഞാനിത് ഓരോ ഡിസൈനും കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഇതെല്ലാം സിൽക്കി കോട്ട പ്യുവർ വൈറ്റ്. പ്യുവർ വൈറ്റിൽ പിസ്ത ഗ്രീൻ ആപ്ലിക് വർക്ക്. വൈറ്റിൽ ഏത് കളർ വന്നാലും അതിന് പ്രത്യേക ഒരു പ്രൗഢി തന്നെയാണ്. ഇത് കണ്ടോ. സൈഡ് നല്ല സ്കാലപ്പ് ഫിനിഷിങ്ങോട് കൂടിയാട്ടോ വന്നിരിക്കുന്നത്. ഫുള്ള് ആ സ്കാലപ്പ് ഫിനിഷിങ് വന്നിട്ടുണ്ട്. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വന്നിട്ടുണ്ട്.
അതുപോലെ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുമുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നത്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സൈഡിൽ ഒരു സ്കാലപ്പ് ഫിനിഷിങ് വരുന്നുണ്ട്. ഇതൊരു ഇച്ചിരി ഒരു ചെറിയൊരു കോട്ടൺ കൂടിയൊരു മെറ്റീരിയലിലാട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഈ മെറ്റീരിയൽ തന്നെയല്ല ബ്ലൗസിന് വരുന്നതും. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ലോവർ പോർഷനിൽ ഈ ആപ്ലിക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വർക്കുകൾ, ഡിസൈനുകൾ, ഈ ആപ്ലിക് വർക്കിലുള്ള ഡിസൈൻ സ്വല്പം ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2349 ഈ സാരികളെല്ലാം വന്നിരിക്കുന്നത്. സ്വല്പം ഡിഫറൻസ് ഉള്ളൂ, വലിയ ഡിഫറൻസുകളില്ല. എങ്കിലും ഞാനത് ഓരോന്നായിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.